2026-2027 സാമ്പത്തിക വർഷത്തിൽ വിവിധ മേഖലകളുടെ വികസനം ലക്ഷ്യം വച്ച് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളും വിവിധ മേഖലകളിലുള്ള പ്രമുഖരും സെമിനാറിൽ പങ്കെടുത്തു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് രേഖയുടെ പ്രകാശനവും നടന്നു. ജനകീയ ആസൂത്രണം വാർഷിക പദ്ധതി 2026-27 ഭാഗമായി കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. നമ്മുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡുകളിലെല്ലാം ഗ്രാമസഭ കഴിഞ്ഞു, വയോജന ഗ്രാമസഭ കഴിഞ്ഞു. ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ വികസന സെമിനാർ. നമ്മുടെ അടുത്ത വർഷത്തേക്ക് എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന് ഒരു കരട് പദ്ധതി ഇന്ന് പുറത്ത് ഇറക്കും. അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റിനോടുകൂടി നമ്മുടെ യഥാർത്ഥ പദ്ധതിയും പുറത്ത് ഇറക്കും. മുൻ വർഷത്തെ അപേക്ഷിച്ച് അപാകതകൾ പരിഹരിച്ച് ജനക്ഷേമകരമായ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് പരിഗണന നൽകിയും പദ്ധതികൾ കൂടുതൽ ജനക്ഷേമകരമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും സംഘടിപ്പിച്ച സെമിനാർ MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇവർ തമ്മിലുള്ള വ്യത്യാസം കേവലം 6 പേര് മാത്രമാണ്. എല്ലാ പഞ്ചായത്തിലും ഇതൊന്ന് പരിശോധിക്കും. മിക്ക പഞ്ചായത്ത് 300, 500, 700 പേരുടെ വ്യത്യാസമുള്ളപ്പോൾ സ്ത്രീ പുരുഷ അനുപാതം 1:1 എന്ന കാറ്റഗറിയിലുള്ള ഒരു പഞ്ചായത്താണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത്. ഒരുപക്ഷെ ഒട്ടേറെ പ്രകൃതി വിഭവങ്ങളുള്ള ഒരു പഞ്ചായത്ത്. പഞ്ചായത്തിലെ ഒരു അതിര് പെരിയാറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജലക്ഷാമം രൂക്ഷമാകാതെ ഒരു പഞ്ചായത്തിനെ പ്രകൃതി തന്നെ സംരക്ഷിക്കുന്ന ഒരിടമാണ് ഇത്. പ്രകൃതി സൗന്ദര്യം ഏറെയുള്ള പ്രദേശമാണ്. ഒരു ഭാഗം മുനിസിപ്പാലിറ്റിയാണ്, മറ്റൊരു ഭാഗം നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ഒക്കൽ പഞ്ചായത്താണ്, മറ്റൊരു ഭാഗം വേങ്ങൂർ പഞ്ചായത്താണ്, മറ്റൊരിടം മുടക്കുഴ പഞ്ചായത്തൊക്കെയാണ്. പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള നയരൂപീകരണമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളേണ്ടത്. നമ്മുടെ മുൻപിലുള്ള ആവശ്യങ്ങൾ ഒട്ടനവധിയാണ്. ആളുകളുടെ പരാതി അൺലിമിറ്റഡ് ആണ്. പരാതികളെല്ലാം പരിഹരിക്കാൻ കഴിയുന്നു വരില്ല. പക്ഷെ പരാതികളുള്ള ഇടങ്ങളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനും പ്രതീക്ഷ കൊടുക്കുവാനും നമുക്ക് കഴിയണം. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് രേഖയുടെ പ്രകാശനവും നടന്നു. കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഹല്യ സദാനന്ദൻ, അൽഫോൻസ ഡേവിഡ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ബാബു, അനു അബീഷ്, ജോഷി സി പോൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി ശെൽവരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ TO ജോർജ്, വിപിൻ കോട്ടക്കുടി, സിന്ധു അരവിന്ദ്, പഞ്ചായത്ത് അംഗങ്ങളായ റീന ബിജു, സാനി ജോർജ്, മായ കൃഷ്ണകുമാർ, MD ബാബു, നിഷ ബൈജു, ബിനു മാതമ്പറമ്പിൽ, രേവതി സനിൽ, റോസ്മേരി മാത്യു, സൗമ്യ സുഭാഷ്, ബെന്നി കുര്യാക്കോസ്, ശശികല രമേശ്, സിന്ധു ഹരിഹരൻ, PS നിത, PC ജോർജ്, സ്റ്റെല്ല രാജു, ഗിരീഷ് മാധവൻ, മിനി സിബി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സാബു പാർട്ടിക്കൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ 25-30 ഭരണസമിതി ഇപ്പോൾ കടന്നു പോകുന്നത്. 25-30 ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് കൂടിയാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കുവാനുള്ള ഈ മാസം 25-ാം തീയതിക്ക് മുമ്പായിട്ട് ആ ബഡ്ജറ്റ് നടപ്പിലാക്കാനുള്ള ശ്രമമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഭരണസമിതി ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, 26-27 വർഷത്തെ വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ ഗവൺമെന്റ് 21-26 ഗവൺമെന്റ് കേരള സംസ്ഥാന നിയമസഭയുടെ കാലാവധി ഈ അടുത്ത മാസം അവസാനിക്കുമെന്നിരിക്കെ അടിയന്തരമായിട്ട് എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരാമെന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂളിലൂടെയാണ് ഈ 26-27 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ചടങ്ങുകളുടെ ഭാഗമായി സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് മരിയ, മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ KK ബിജി എന്നിവരെ ആദരിച്ചു. വളരെയധികം പ്രതീക്ഷയോടെയാണ് വികസന സെമിനാറിനെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ
2020-25 കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അതിലും അല്ലെങ്കിൽ കൂപ്പടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ ഭരണസമിതിയിലുണ്ടായിരുന്ന ഞങ്ങൾ 20 പേരും ഭരണത്തിന്റെ തുടർച്ചയ്ക്കും അതുപോലെ തന്നെ വികസന കാര്യങ്ങളിലും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ, അതിപ്പോ പഞ്ചായത്ത് സ്വന്തന്മാരായിട്ട് 3 പേരുണ്ടായിരുന്നു. മിനി ബാബു അടക്കം, സിന്ധു ചേച്ചി, മായ ചേച്ചി അടക്കം ഈ 3 പേരും ഉണ്ടായിരുന്നപ്പോഴും വികസന കാര്യങ്ങളിൽ ഫണ്ടുകൾ വീതം വെക്കുന്നതിനടക്കം, ഇവിടെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഫണ്ടുകൾ വീതം വെക്കുന്നതിനടക്കം എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ആ ഭരണസമിതിയിൽ ഒരു ഐക്യമുണ്ടായിരുന്നു. ആ ഐക്യം കൂപ്പടി ഗ്രാമപഞ്ചായത്തിന് വികസനമായി തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.